വഖഫ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സവിശേഷമായ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു നിയമ സംവിധാനം എന്നതിനപ്പുറം വർത്തമാനകാല ഇന്ത്യയിൽ ഏറെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി വഖഫ് എന്ന പദം മാറിയിട്ടുണ്ട്. മുനമ്പം പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും വഖഫ് എന്ന പേര് ഒരു പ്രധാന രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വഖഫ് എന്നാൽ എന്തോ ഭീകരതയാണെന്ന പൊതുബോധ നിർമ്മിതിക്കുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് മുനമ്പത്തും തലപ്പുഴയിലും ഏറ്റവും ഒടുവിൽ ചാവക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ബോർഡിന്റെ നടപടികൾ പൊതുജനങ്ങളെ ആശങ്കയിലാക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ കൈമുറിയുമെന്ന് ഉറപ്പുള്ള ഇരുതല മൂർച്ചയുള്ള വാളാണ് നിലവിൽ വഖഫ്. വഖഫ് എന്നാൽ കിരാതമാണെന്നാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. 4 ആംഗ്ലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതം. വഖഫ് ബോർഡ് നടത്തുന്നത് ലാൻഡ് ജിഹാദാണെന്നാണ് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലേജയും കഴിഞ്ഞ ദിവസം പറഞ്ഞു. വഖഫ് ഭീകരത എന്ന തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങളും രാജ്യത്തുടനീളം നടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വഖഫ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് വഖഫ്? എന്താണ് വഖഫ് സ്വത്തുക്കൾ? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മുസ്ലിം ജനസമൂഹത്തിന്റെ ഒരു ദാന രീതിയാണ് വഖഫ്. സ്വന്തം സ്വത്തുകൾ അതെന്തായാലും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഇങ്ങനെ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതിനായി ഭരണഘടനാപരമായി സ്ഥാപിതമായ സംവിധാനമാണ് വഖഫ് ബോർഡ്. ഈ രീതിയിൽ സമുദായത്തിന്റെ പൊതു ആവശ്യങ്ങൾക്കായി കൈമാറുന്ന സ്വത്തുക്കൾ പിന്നീട് ഒരിക്കലും തിരികെ എടുക്കാൻ ആകില്ലെന്നതാണ് പ്രത്യേകത. മതപരമായതോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾക്കായാലും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം സ്വത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനാകൂ. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ, സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്. എന്താണ് വഖഫ് ബോർഡ്? ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും പരിപാലിക്കാനും അവകാശമുണ്ട്. ഇതിനായി സർക്കാർ പിന്തുണയുള്ള പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിൽ വിവിധ മത എൻഡോമെന്റ് നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇക്കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട്. വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു. ഇതിന് സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ്. നിലവിൽ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് 1995 വഖഫ് നിയമപ്രകാരമാണ്. ഡൽഹി സുൽത്താൻമാരുടെ ഭരണകാലം മുതൽ ഇന്ത്യയിൽ വഖഫ് ആചാരങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔപചാരിക നിയമം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. 1913 തന്നെ വഖഫുമായി ബന്ധപ്പെട്ട ചില റെഗുലേഷൻസ് രൂപപ്പെട്ടിരുന്നെങ്കിലും 1923 മുസൽമാൻ വഖഫ് ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നു. സ്വാതന്ത്ര്യാനന്തരം 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടു. 1954 ഈ നിയമപ്രകാരം വഖഫ് സ്വത്തുക്കളുടെ പരിപാലനത്തിനും നിയന്ത്രണങ്ങൾക്കുമായി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ നിയമിതമായി. അങ്ങനെ നിലവിൽ വന്നതാണ് സംസ്ഥാന വഖഫ് ബോർഡുകൾ. ഈ ബോർഡുകളെ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര തലത്തിൽ സെൻട്രൽ വഖഫ് കൗൺസിലും നിലവിൽ വന്നു. 1954 ഈ നിയമത്തെ എടുത്തുമാറ്റി 1955 പുതിയ നിയമം അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. ഇതാണ് വഖഫ് ആക്ട് ഓഫ് 1995 എന്നറിയപ്പെടുന്ന ഇപ്പോൾ നിലവിലുള്ള നിയമം. ഈ നിയമത്തിൽ 2013 മൻമോഹൻ സിംഗ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിട്ടുമുണ്ട്. 32 വഖഫ് ബോർഡുകളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സുന്നി ഷിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക ബോർഡുകളും ചില സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയും. നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ 2024 അവതരിപ്പിച്ച ബില്ലാണ് വഖഫ് അമെൻഡ്മെന്റ് ബിൽ. വഖഫ് ഭൂമി വാണിജ്യപരമായി വിനിയോഗിച്ച് വലിയ തോതിൽ സ്വത്ത് സമ്പാദിക്കുന്നു എന്ന വിഷയമാണ് BJP പ്രധാനമായും ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നത്. വഖഫ് സ്വത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും പലതും ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് വഖഫിനെതിരായ BJPയുടെ ആരോപണങ്ങൾ. അതോടൊപ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട വഖഫും മറ്റു പലരുമായി നടക്കുന്ന നിയമ പോരാട്ടങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ ഭേദഗതി അവതരിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. വഖഫ് ഭേദഗതി ബിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്നാണ് ബില്ലിനെ എതിർക്കുന്നവർ പറയുന്നത്. ഏത് മതവിഭാഗത്തിന്റെയും മത എൻഡോമെന്റ് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത്
അതത് സമുദായങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സമുദായങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുമാണ് ചർച്ചുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും പരിപാലന ഉത്തരവാദിത്തത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. അതെല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന ഭരണഘടനാ തത്വം ലംഘിക്കുന്നുവെന്നാണ് വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധമുയർത്തുന്നവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നിയമ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെയും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തുന്നത്. എന്തായാലും അടിസ്ഥാനപരമായി വഖഫ് എന്നത് ഒരു ഭീകരതയുടെയോ ഭൂമി തട്ടിപ്പിന്റെയോ പേരല്ല. രാജ്യത്തെ ഒരു മതവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നീക്കിവെക്കപ്പെട്ട സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി ഭരണഘടനയുടെ തത്വങ്ങൾക്കനുസരിച്ച് സ്ഥാപിതമായ ഒരു നിയമ സംവിധാനമാണ്. രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും സമാനമായ സ്ഥാപനങ്ങളുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് പല ഭൂമിക്കുമേലും പലവിധ അവകാശവാദങ്ങൾ ഉണ്ടാകുകയെന്നത് സ്വാഭാവികമാണ്. ഇതിന്മേൽ കൃത്യമായ ചരിത്രം പരിശോധിച്ച് രേഖകൾ പ്രകാരം തീരുമാനം കൈക്കൊള്ളേണ്ടത് കോടതിയാണ്. അല്ലാതെ വർഗീയപരമായ ഭിന്നിപ്പുകൾക്കായി ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയല്ല വേണ്ടത്.